Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ 6-ാം നമ്പറിൽ സ്വീറ്റായിട്ട് 6-ാം നമ്പർ മധുരിക്കുന്ന ഖജൂർ എന്നാണ് നമ്മളുടെ നാട്ടിൽ പറയാറുള്ളത് കാസർഗോഡ്. അപ്പോൾ ഡയമണ്ട് കട്ട്സാണ് സ്വീറ്റായിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. കറുമുറ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. 3 ചേരുവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് നമ്മളുടെ ഓൾ പർപ്പസ് ഫ്ലോറിലെ മൈദപ്പൊടി, ആ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഞാൻ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലെമണല്ലോ. പിന്നെ 1/2 ടീസ്പൂണ് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടായിട്ട് ഒരു 1/2 ടീസ്പൂണ് കറുത്ത എള്ള്, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് കയ്യിലില്ലാത്തവരൊക്കെ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാ സൈഡിലേക്ക് നമ്മൾ പുട്ടിനൊക്കെ നനക്കൂലേ, അതുപോലെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, ആ പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തരണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. 1/4 കപ്പിന് താഴെയായിട്ടാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അത് ഒരു 4-5 ടേബിൾ സ്പൂണിനകത്ത് വരും. അത്ര മാത്രം മതി ഇതിലേക്കുള്ള വെള്ളം. എന്നിട്ട് ഇതാ നല്ല പെർഫെക്റ്റായിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇതിനെ നല്ല പോലെ കുഴച്ചെടുക്കണം. ഇതിനെ കുഴച്ചത്തിലാണ് നമ്മൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് നല്ല കറുമുറായിട്ട് ഖജൂർ കിട്ടുന്നില്ലേ, അതായിട്ട് കിട്ടുന്നുള്ളത്. ഈ ബോളിനെ ഞാൻ 2 ബോളാക്കിയിട്ട് മാറ്റുന്നുണ്ട്, 2 പോർഷൻ ആക്കിയിട്ട്. അപ്പോൾ 2 പോർഷൻ ആക്കിയിട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ ഓരോ പോർഷനെയും ഇതിനെ പരത്തിയെടുക്കുന്നുള്ളത്. പരത്തിയെടുക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് മൈദയാണ് കേട്ടോ തൂവി കൊടുക്കുന്നുള്ളത്. അതവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ ഇതിനെ നല്ല നൈസായിട്ട് തിന്നായിട്ട് നല്ല തെളുപ്പായിട്ട് പരത്തിയെടുക്കുന്നില്ലേ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനാട്ടിൻ തെളുപ്പായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നാലാണ് അത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പൊള്ളിച്ചിട്ട് നല്ല പൊങ്ങിയിട്ടൊക്കെ വരുന്നില്ലേ, ബോൾ പോലെയൊക്കെ ആയിട്ട് അങ്ങനെ വരത്തുള്ളൂ. നല്ലോണം കട്ടിക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കറുമുറൊന്നും ആവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തെളുപ്പായിട്ട് ഇതിനെ പരത്തിയെടുക്കുന്നുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടറില്ലേ ഇതുപോലത്തെ അത് വെച്ചിട്ടോ ഡയമണ്ട് കട്ടല്ലേ ഇതിനെ പറയുന്നുള്ളത്. അപ്പോൾ ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിന്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇത് ഞാൻ വീഡിയോക്ക് കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഡയമണ്ട് കട്ടിൽ തന്നെ ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതുപോലെ കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് വെറൈറ്റീസ് ആയിട്ടുള്ളത് നമ്മൾ കാസർഗോഡ് ഉണ്ട്. അപ്പോൾ അത് പെരുന്നാളിനാണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ റെസിപ്പീസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് പോയി കണ്ടു നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതാ കണ്ടില്ലേ, നമ്മൾ ഡയമണ്ട് കട്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊന്നും ഡയമണ്ട് കട്ടൊന്നും ഇല്ല, ഓരോരോ സൈഡിൽ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്നല്ലേ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അതിന് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ചൂടായിരിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂടാവാത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ അതിങ്ങനെ പൊള്ളിച്ചിട്ടൊന്നും വരല, ഇങ്ങനെ പൊങ്ങിയിട്ട് വരുന്നില്ല, നല്ല പപ്പടം പോലെയൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് അങ്ങനെയൊന്നും വരല്ല. എണ്ണ അത്യാവശ്യം ചൂടില്ലെങ്കിൽ കുറച്ച് നല്ല ചൂട് തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇതാ കണ്ടില്ലേ, എല്ലാം നല്ല ബോൾ പോലെ ആയിട്ട് ഇങ്ങനെ പൊന്തിയിട്ട് വന്നില്ലേ, അങ്ങനെ വരുന്ന എന്നെങ്കിലേ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഒരുപോലെ മൊരിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഓയിലിൽ നിന്ന് മാറ്റാം.
മധുരം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് ഈ മധുരക്കുന്ന ഖജൂറിൻ്റെത്. അപ്പോൾ ഡയമണ്ട് കട്ട് അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ നമ്മൾ ഈ ഇതിലൊക്കെ ആക്കിയിട്ട് എടുക്കൂലേ, എന്തിലെന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടിയിലാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ അതിന് പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ ഈ മൈദപ്പൊടിയിൽ തന്നെ ഉണ്ടാക്കണവ. അന്നേരം ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കഴിക്കാം. പിന്നെ ചൂടാറിയിട്ടോ അല്ലാതെയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട് കർമുറായിട്ട്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പാണ് ഇവിടെ തയ്യാറാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഏലക്കപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഒറ്റ നൂൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നില്ലേ, അങ്ങനെ ആക്കിയിട്ട് എടുക്കണവ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കർമുറായിട്ട് കഴിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മധുരക്കുന്ന ഖജൂറായിട്ട് കിട്ടുള്ളൂ. ഇതാ ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. നമുക്ക് എന്നിട്ടേറ്റ് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഖജൂർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. 6 നമ്പർ. ഷുഗറിൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്താൽ മതി. 1 കപ്പ് മൈദമാവ് കൊണ്ട് 1 പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്ക് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനതിന് മിക്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കുറച്ചൊരു 1/2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ അത് ഫുള്ള് ഡ്രൈ ആയിട്ട് നല്ല കറുമുറായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ സൗണ്ടില്ലാത്ത കേൾപ്പിച്ചു തരാം എത്രത്തോളം ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾക്ക് ഒരു 10-15 ദിവസം വരെയൊക്കെ സൂക്ഷിക്കാം. അതിലപ്പുറം ഇവിടെ സൂക്ഷിക്കാൻ പറ്റുന്നത് നളുത്തിയിട്ടൊന്നും പോകുന്നില്ല. ഇവിടെ എന്ത് നളുത്ത സാധനം വെച്ചാലും അത് കറുമുറായിട്ടാണ് കിട്ടുന്നുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥൻ്റെ ഇതുകൊണ്ടാണോ എന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ റെസിപ്പി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ, ഒരു പാക്കറ്റിലായിട്ട് ആ മധുരക്കുന്ന സാധനം. നമ്മുടെ നാട്ടിൽ ഇതിന് എപ്പോഴും പറയൽ ഇതിൻ്റെ നോർമൽ കളർ ഉണ്ടാകുന്നില്ലേ, ആ ഗോൾഡൻ കളർ ബ്രൗൺ കളറായിട്ടുണ്ട്, അതിനെ ഖജൂറെന്നും ഇതിനെ മധുരക്കുന്ന ഖജൂറെന്ന് തന്നെ പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ 6 നമ്പർ എന്നാണോ അല്ലെങ്കിൽ ഡയമണ്ട് കട്സ് എന്നാണോ എന്തെന്നാണ് പറയുന്നുള്ളതെന്ന് കമൻറ്റായി പറയാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.